MBA ബാച്ചിലെ 71 വിദ്യാർത്ഥികളുടെ ഉത്തരക്കടലാസുകളായിരുന്നു നഷ്ടപ്പെട്ടത്. ബൈക്ക് യാത്രയ്ക്കിടെ ഉത്തരക്കടലാസുകൾ നഷ്ടമായി എന്നായിരുന്നു അധ്യാപകന്റെ വിശദീകരണം. വിദ്യാർത്ഥികളോട് പുനഃപരിശോധനയ്ക്ക് ഹാജരാകാൻ സർവകലാശാല നിർദ്ദേശിച്ചതോടെയാണ് വിവരങ്ങൾ പുറത്തറിയുന്നത്. ഇതോടെ കേരള VC അടിയന്തര യോഗം വിളിച്ചു. ഇതിലാണ് 7-ാം തീയതി പരീക്ഷ നടത്താൻ തീരുമാനിച്ചത്. ഈ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് 22-ന് ഇതേ പരീക്ഷ വീണ്ടും നടത്തും. 3 ദിവസത്തിനുള്ളിൽ പരീക്ഷാഫലം പ്രഖ്യാപിക്കും. വിദ്യാർത്ഥികൾക്ക് ഇഷ്ടമുള്ള സെന്റർ സ്വീകരിക്കാമെന്നും VC മോഹൻ കുന്നുമ്മൽ പറഞ്ഞു. 7-ാം തീയതി പരീക്ഷ നടത്തുമെന്ന് നേരത്തെ കൺട്രോളർ അറിയിച്ചിട്ടുള്ളതാണ്. അന്ന് തന്നെ പരീക്ഷ നടത്തും. പക്ഷേ എല്ലാ കുട്ടികൾക്കും എഴുതാൻ പറ്റില്ല എന്ന് യൂണിവേഴ്സിറ്റിക്ക് അറിയാം. അതുകൊണ്ട് ഇതേ പരീക്ഷ തന്നെ 22-ാം തീയതിയും വീണ്ടും നടത്തും. അപ്പോൾ കുട്ടികൾ 7-ാം തീയതിത്തെ പരീക്ഷ നടത്തിയാൽ ഈ 700ഓളമുള്ള ഈ കുട്ടികളുടെ റിസൾട്ട് 3 ദിവസത്തിനകം 70ഓളമുള്ള ഈ കുട്ടികളുടെ റിസൾട്ട് 3 ദിവസം, അങ്ങനെ 1000 കുട്ടികളാണ് MBA പാസ്സായത് എഴുതിയിരിക്കുന്നത്. അപ്പോൾ 1000 പേരുടെ റിസൾട്ടും വിത്തിൻ 3-4 ഡേയ്സ് പ്രസിദ്ധീകരിക്കും. ഈ കുട്ടികളുടെ മാത്രമേ ഉള്ളൂ. അത് ക്യാമ്പായിട്ട് തന്നെ ഇവിടെ നടത്തും. അതുപോലെ തന്നെ ഏകദേശം 7ഓളം കോളേജുകളിലാണ് ഈ പരീക്ഷ നടക്കേണ്ടത്. കുട്ടികൾക്ക് കോളേജ് മാറണമെങ്കിൽ അതിനവസരം കൊടുക്കും. അവരുടെ വീട്ടിൻ്റെ അടുത്തുള്ള ഈ 7 കോളേജിൽ ഏതെങ്കിലും ഉണ്ടെങ്കിൽ അവിടെയും പോകാം. അവിടെ ഇരുന്നിട്ടും അവർക്ക് എഴുതാം. എന്ന് പരീക്ഷ എഴുതിയാലും റിസൾട്ട് ഡേറ്റിലെ സർട്ടിഫിക്കറ്റിൽ മാറ്റം കാണില്ല. ഇത്തരം സന്ദർഭങ്ങളിൽ തുടർ നടപടി സ്വീകരിക്കാൻ പ്രോട്ടോകോൾ ഉണ്ടാക്കും. പരീക്ഷ നടത്തിപ്പിൽ നിന്നും പൂർണ്ണമായും അധ്യാപകനെ ഡിവാർ ചെയ്യും. അധ്യാപകന്റെ ഭാഗം കേട്ട ശേഷം തുടർ നടപടി സ്വീകരിക്കും. ക്യാമ്പിലാണ് ഒരു വാല്യുവേഷൻ വരുന്നത്. പക്ഷേ വാല്യൂ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട്, വാല്യൂ ചെയ്താൽ അവിടെ നിന്ന് കഴിഞ്ഞാൽ അവർക്ക് വേതനം കിട്ടാത്തതുകൊണ്ട് ആ ഇതും കൊണ്ട് അങ്ങനെയാണ് അദ്ദേഹത്തിൻ്റെ പാലക്കാട്ടേക്ക് പോകുന്നതും പേപ്പറും കൊണ്ട് പോകുന്നതും പിന്നീട് പാലക്കാട് നിന്ന് അദ്ദേഹം തിരിച്ചു വരുന്നതും നഷ്ടപ്പെടുന്നതും. അപ്പോൾ ഇതിൻ്റെയൊക്കെ അടിസ്ഥാന പ്രശ്നം യൂണിവേഴ്സിറ്റി വേതനം കൊടുക്കുന്നില്ല എന്നുള്ളതാണ്. അത് തിരുത്തിയേ പറ്റൂ. അത് തിരുത്തുന്നതാണ്. ഉത്തരക്കടലാസ് നഷ്ടമായതിനെതിരെ യൂണിവേഴ്സിറ്റിയിലേക്ക് ABP പ്രതിഷേധ മാർച്ചും നടത്തി. മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ Zee മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.